Hey guys, welcome back to the channel. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ hope you guys are all doing good and great. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ എപ്പോഴും വളരെ ചെറിയ വീഡിയോ അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഞാൻ ലീവ് എടുത്താണ്. ഇന്ന് രാവിലെ ഒന്ന് പറ്റപ്പോൾ ഒരു മൊത്തത്തിലൊരു മൂഡില്ല. അത് നോമ്പാണല്ലോ. അപ്പോൾ വീട്ടിലാവുന്ന വെച്ചിട്ട് ലീവ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ വൈകിട്ട് സമയമായി. ഇപ്പോൾ വെയിലൊക്കെ ആറി ഒരു മഴക്കാർ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. പെയ്യുമാവും. മഴക്കാർ മാത്രമേ ഉള്ളൂ. മനുഷ്യനെ കൊതിപ്പിച്ചിട്ട് കടന്നുകളയാണ്. അപ്പോൾ എന്തായാലും ലീവ് എടുത്ത് വെറുതെ ഇല്ല. ഞാൻ ക്രെഡിറ്റ് കാർഡിന് കുറേ നാളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നം വരും, അതിന് പാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ സാധനം റിജക്ഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ മൊത്തത്തിൽ എനിക്ക് പ്രാന്തായിക്കായിരുന്നു. എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് നോർമൽ എനിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഞാൻ പെട്രോൾ പമ്പിൽ പോകുമ്പോഴാണെങ്കിലും ലുലുലൊക്കെ പോകുമ്പോഴാണ് ആൾക്കാർ കാർഡ് വേണമെന്ന് ഇങ്ങോട്ട് വരും. നമുക്ക് ആവശ്യം വന്ന സമയത്ത് നമുക്ക് സാധനം കിട്ടാനില്ല. അങ്ങനത്തെ ഒരു സീനായിരുന്നു. അവസാനം എല്ലാം കരുതി കൂട്ടി സെറ്റായി. ആക്സിസ് ബാങ്കിൻ്റെ സെറ്റായി. അത് തന്നെ ആക്സിസ് ബാങ്കിൻ്റെ സെറ്റായി കഴിഞ്ഞതിന് ആയിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നായി. പറഞ്ഞതിന് മുമ്പ് വന്നു. ഞാനിന്ന് കറക്റ്റ് ലീവ് എടുത്ത് വെറുതെ ഇല്ല. കാർഡ് വന്നു. ഞാനിപ്പോൾ പള്ളിയിൽ പോയി മീൻസ് കഞ്ഞി ഇടണം പരിപാടി, ജീരക കഞ്ഞി മരുന്നേനിന്ന് പറയും ചില സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ വക ഒരു സ്പെഷ്യൽ ജ്യൂസ് ഞാൻ പ്ലാൻ ചെയ്യില്ല അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം. എനിക്ക് വെറുതെ അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കില്ല, സമയം കളയണ്ട. അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അത്ര നല്ലതല്ലേ. അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടിക്കഴിഞ്ഞിട്ട് എടുക്കാണ്ടിരുന്ന മോശമല്ലേ. അതിന് വേണ്ടി എന്തിരുന്ന സമയങ്ങൾ എന്തെങ്കിലും ഇന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വേസ്റ്റ് ആയില്ലെന്ന് പറയുമല്ലോ. അപ്പോൾ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കൊറിയർ വഴിയാണ് വരാം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കൊറിയറിൻ്റെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ കാർഡെന്ന് ചോദിച്ചു. പക്ഷേ കാർഡല്ലായിരുന്നു, എനിക്ക് അത് പിന്നായിരുന്നു ഒന്ന്. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ചെയ്തു തന്ന പുള്ളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ 2 ദിവസം കാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞത് വീണ്ടും വന്നിട്ടുണ്ടായി, ഒരു കാർഡ് തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ വിളിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, OTP അത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനപ്പോൾ എനിക്ക് ആദ്യം വന്നത് ഈ ഒരു ടൈപ്പ് സാധനം മാത്രം, ഇതിൽ OTP പിന്നെ മാത്രം കാര്യങ്ങളുള്ളൂ. വൈകിട്ട് സമയമായതുകൊണ്ട് 5:30 കഴിഞ്ഞുകൊണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രസമില്ല. അതിനതെ കാർഡ് വന്നു. അപ്പോൾ എന്തായാലും ഞാൻ പൊട്ടിച്ചൊന്നും നോക്കിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ആക്റ്റീവ് ചെയ്യണം. ജോലിക്ക് പോകുന്നതുകൊണ്ട് ഈ സാധനം അത്യാവശ്യമാണ് ക്രെഡിറ്റ് കാർഡ്. ബാക്കിയുള്ളവരുടെ നിന്ന് കടം വാങ്ങണമെങ്കിലും അതുകൊണ്ട് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ല സംഭവമാണ്. അപ്പോൾ എന്തായാലും ജോബ് കഴിഞ്ഞാലും എനിക്കത് കൊണ്ട് ഉപകാരം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ചാനലും കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ട. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ GoPro അല്ലെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ നല്ല റിലേറ്റഡ് ആയിട്ടുള്ള ഫോൺ എടുക്കാം. അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അത് അടുത്തത് നോക്കാം. അപ്പോൾ എന്തായാലും അപ്ഡേഷനായിട്ട് കൊണ്ടുവരാം. പിന്നെ എങ്ങനത്തെ വീഡിയോ ഇനി മുതൽ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വീക്കിലി 2 വീഡിയോ ആക്കണം. അത് ഡെയിലി എനിക്ക് ഇടാൻ പറ്റാൻ സാധ്യത കുറവാണ്. എന്നാലും ഞാൻ ശ്രമിക്കാം. ആഴ്ച 2 വീഡിയോ കൊണ്ടുവരാൻ ശ്രമിക്കാം. അത് മാക്സിമം നല്ലതായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാർഡ് വന്നു. പിന്നെ ഇത് കാർഡിൻ്റെ സെറ്റപ്പ് ആക്കുന്നതിന് മുമ്പായും തന്നെ നേരെ പോയിട്ട് ജ്യൂസും കാര്യങ്ങളും സെറ്റാക്കണം. അപ്പോൾ അത് ഞാൻ എന്തായാലും അത് ചെറിയൊരു വീഡിയോ പോലെ പറ്റാന്ന് വെച്ചാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എൻഡ് ചെയ്യും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. അതിൽ ചൂടാണ്, ഒരു രക്ഷയില്ല. ചില സ്ഥലത്തൊക്കെ വെള്ളം പറ്റി, വീട്ടിലൊക്കെ വെള്ളത്തിൻ്റെ സീനല്ല, വെള്ളം കുറവാണ്. അപ്പോൾ നല്ല ഒരു രക്ഷയില്ലാത്ത വെയില. നമുക്ക് ആകെ വയ്യാണ്ടായി പോകുന്ന സ്കീമാണ്. പക്ഷെ എന്നാലും നോമ്പ് പിടിച്ചിട്ടാണെങ്കിൽ പോലും പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള തന്നെ വലിയ കാര്യം, ആ വലിയ അനുഗ്രഹം. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല വേനൽ മഴയൊക്കെ പെയ്ത് സെറ്റാവട്ടെ. വെള്ളമില്ലാത്തവർക്കൊക്കെ വെള്ളം കിട്ടട്ടെ. അങ്ങനെയല്ല, കിണറിൽ വെള്ളം അങ്ങനെ പറ്റേ. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഞാൻ പിന്നെ ഇഫ്താറിൻ്റെ വ്ളോഗൊക്കെ ഇടുന്നു പ്ലാൻ ചെയ്യുന്നല്ലാണ്ട് ഇതിനൊന്നും സമയം കിട്ടണമില്ല. പിന്നെ എല്ലാവരും വേണം, മീൻസ് അതിനൊരു സജ്ജീകരണമൊക്കെ സെറ്റായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻലി നോമ്പൊക്കെ തുറന്നു വരുന്നത് ഓഫീസിലായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നോമ്പ് തുറന്നിട്ട് അവിടുത്തെ അടുത്ത് തന്നെ പള്ളി നോമ്പ് തുറന്നിട്ട് വരുന്നത്. കാരണം അല്ലാണ്ട് ഞാൻ റിസ്ക് എടുത്ത് വെറുതെ അവിടെ നിന്ന് ഓടിച്ച് പടച്ചുത്തി വന്നിട്ട് കാര്യമില്ല. ഒന്നാമത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ പോയി വൈകിട്ട് വരെ നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോഴേക്കും എനർജി മൊത്തം തീർന്നുണ്ടാവും. പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത പണി വാങ്ങിച്ച് നോക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നോമ്പ് തുറന്നിട്ടേ വരുള്ളൂ. അങ്ങനെയൊക്കെയാണ് നോർമൽ ദിവസങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ചാനൽ ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നോക്കുമ്പോൾ 300 സബ്ലോട്ട് എത്തിയിട്ടുണ്ട്. ഹാപ്പിനെസ് 300 സബ്സ്ക്രൈബേഴ്സ്. വീഡിയോസ് പ്രത്യേകമൊന്നുമില്ല, തന്നെ ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ടാണ്. മൊത്തം ഇപ്പോൾ 100, 300 അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഫിഗേഴ്സിൽ നിന്ന് എനിക്ക് കയറ്റി കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഞാനപ്പോൾ എങ്ങനത്തെ വീഡിയോ വേണമെന്നുള്ളത് ജസ്റ്റ് ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് എനിക്ക് അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അത് ചെയ്താൽ എന്നുള്ളൊരു മൈൻഡായിരിക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി ടെല്ലിങ് പോലെ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാം. അതാണോ കുറച്ചും കൂടി നല്ലതെന്ന് നിങ്ങൾ ജസ്റ്റ് പറയാം. ഭയങ്കരമായിട്ട് കഥ പോലെ വലിച്ചു നീട്ടാണ്ട് ചെറിയ രീതിയിൽ ഒരു 7 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റാവുന്ന ഒരു സ്കീമിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണുമോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അഭിപ്രായം പറയാം. അപ്പോൾ ബാക്കി എന്തെങ്കിലും സജഷൻസ് നിങ്ങൾ പറയാം. അതുപോലെ ചാനൽ ഇതുവരെ പുതിയ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കയറി ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ബാനർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
പുതിയ ഇൻസ്റ്റാഗ്രാം ബാനർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ശേഷം ഞാൻ ബാനർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ ബാനേഴ്സൊക്കെ കാര്യം കിട്ടാം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് അഭിപ്രായം പറയാം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മെയിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പറയാം, ഇൻട്രാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അത്രയൊക്കെ തന്നെ. ആഹാ എന്ത് രസം, ബൈ പ്രകൃതി. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കാണ്. ജ്യൂസിൻ്റെ ഞാൻ ഇപ്പോൾ ഫുൾ ചെയ്ത് തീരുകയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ക്ലിപ്പും കൂടി ഇട്ടേക്കാം. അല്ലെങ്കിൽ ഇതാണ് വൈൻഡപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനൽ വൈൻഡപ്പ് ചെയ്യണം. ഓ ഗൈസ്, അതുപോലെ തന്നെ വീഡിയോ അവിടെ നിന്ന് എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, കാണിച്ചു തരാം. നോർമൽ സ്ഥലത്തു നിന്നല്ല എടുക്കുന്നത്. അടിവാങ്ങണ്ടോ, ഈ കയറി നിന്നിട്ടാണ് ഞാൻ എടുക്കണേ. ഫുൾ റിസ്ക്, എല്ലായിടത്തും റിസ്ക് വേണമല്ലോ. കയറിയപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായില്ലല്ലോ. എല്ലാ സാധനം കൈ പിടിച്ച് കയറാൻ്റെ കുഴപ്പം. ഇനി മേലാൽ ഈ പണി ചെയ്യരുത്. അത്രയും പറഞ്ഞുകൊണ്ട് സാധനമൊക്കെ പിടിച്ച് ഇതിനൊക്കെ ഇത് സെറ്റാക്കണം, പിന്നെ ജനറേറ്റ് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ബാക്കി പരിപാടി ജ്യൂസ് അടിക്കാനുള്ള പരിപാടികൾ. ചെറിയ ജ്യൂസ് ചൂടത്തൊക്കെ നൈസായി. തണ്ണിമത്തനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാകുന്ന സംഭവമാണ് തണ്ണിമത്തൻ. അതുപോലെ തന്നെ നാരങ്ങയൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. നോക്കായത് ഈസ്റ്ററിന് എന്താ പറയുക, മുട്ടയ്ക്കും അതുപോലെ സാധനങ്ങൾക്കും ചിക്കനും അതൊക്കെ വില കൂടുമ്പോൾ ഒരു സമയം നമ്മൾ വില കൂടും. അപ്പോൾ ഡിമാൻഡ് നമുക്ക് സാധനത്തിലോട്ടോ ഓക്കെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യാനാണ് അതിൽ എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടാവും. പക്ഷെ എന്നാലും പരിഹരിക്കാം. ഈ സാധനം കട്ട് ചെയ്യും, കത്തി നെയ്ഫാണ് KNIFE. പണ്ട് KNIFE മാറിപ്പോകുന്നത് ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്. ഇവരാണ് പറഞ്ഞത് കത്തി ചെയ്ത മുള്ളികളാണ് സാധനം. പൂവൊരു പുഷ്പം പോലെ മുറിച്ച് തന്നെയാണ്. രണ്ട് സാധനമുണ്ട്. ഈ രണ്ട് സാധനത്തിൽ ഒരു സാധനം എടുത്തുന്ന നൈസായിട്ട് ഫ്രൂട്ട്സായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്കിൻ ഉണ്ടാക്കും. കാരണം ജ്യൂസ് കൊണ്ട് അതിന് നീരാണെങ്കിലും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് രണ്ടോടത്ത് റിസ്ക് എടുക്കണം. എന്തെങ്കിലും നൈസായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം. ഫ്രിഡ്ജിൽ പിന്നെ ഇപ്പോൾ നോക്കേണ്ട അത്യാവശ്യം സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ടാവും. അല്ലെങ്കിൽ ആ സാധനത്തിൽ ഒന്നും ഉണ്ടാവില്ല. അത് എപ്പോഴും ഉണ്ടാവുന്ന സംഭവമാണ്. വെറുതെ ഫ്രിഡ്ജ് നോക്കും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നോക്കും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒന്നാമത് കയ്യിൽ കയറ്റിയിട്ട് ബാക്കി പരിപാടി വേണ്ടി തീർക്കാം. സമയം പരിപാടി ഈ സാധനങ്ങളാണ്. ഈ സാധനത്തിൽ നൈസായിട്ട് എടുത്ത് ഇതിലോട്ട് കമത്താം. മാച്ചിങ് സീഡ്സും കാര്യങ്ങളും അധികം ഇല്ലാണ്ടിരിക്കുക. അതാണ് ഡെക്കറേഷൻ പോലെ ഇടാതെ ഓവറായിട്ട് ഇടാണ്ട് നോക്കാം. പക്ഷെ ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മാക്സിമം ഇടും. അങ്ങനെ ആദ്യം തന്നെ ചുരുണ്ടി സാധനം സാധനം ഇന്നിടാം. ഇതെന്തായാലും ഫുള്ള് തീർത്തിട്ടാണ്. ഓക്കെ, സെറ്റ് ചെയ്ത് കുറച്ച് നേരത്തെ പണിയായിരുന്നു. പക്ഷെ അധികം എന്താ പറയുക, അധികം ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാധനം, ആ മിക്സ് ചെയ്യുന്ന സാധനം കാണാനും എന്തായാലും എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് സ്പൂണോട്ട് തന്നെ മറ്റു സാധനം വെച്ച് തന്നെ കട്ട് ചെയ്ത് ഒരു പരിവാക്കി. എന്നാലും ഭയങ്കരമായിട്ട് ഇതാക്കുന്നില്ല. അതിലും എനിക്ക് ഒന്ന് കത്തിച്ച് കുരുവിരാന്ന് എരിഞ്ഞിട്ട് ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തത് ഇതിൽ തന്നെ നൈസായിട്ട് ഇതിൽ കാണിച്ചത് ക്യാമറയിലോട്ടാണ്. ഇനി പാല് മിക്സ് ചെയ്യുന്നത് നൈസായിട്ട് കുറച്ച് പാല് മിക്സ് ചെയ്യാം. കൂടുതൽ എടുക്കണമെങ്കിൽ പാത്രത്തിലോട്ട് മുതൽ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് പാല് എന്താ പറയുക വേറെ പാത്രത്തിലാക്കി എടുക്കാൻ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ അത്രയും ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. അപ്പം എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ നമ്മൾ അത്യാവശ്യം പാല് കുറച്ച് വെള്ളം ചേർത്തത് ബാക്കി പാലാണ് നേരെ ഓപ്പോസിറ്റ് ചെയ്തേക്കണ. പാല് വെള്ളം കൂട്ടില്ല. പാല് കൂടുതൽ ഇട്ടിട്ട് ഒരു 5% വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പം ഇനി കുറച്ച് പഞ്ചസാരയുടെ ആവശ്യകത പോകണം. നമ്മളൊരു ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കാം. എനിക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നൈസായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ കളറൊക്കെ നോക്കി ഇതിനകത്ത് നല്ല റെഡ് കളറല്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ നല്ല പിങ്ക് കളർ, നല്ല രസമുണ്ട് കാണാൻ. നോമ്പ് തുറന്നിട്ടാണ് ഇത് അകത്താക്കാൻ. നോമ്പ് തുറന്നിട്ടില്ല, നോമ്പ് തുറന്ന് വന്നിട്ട് 10 കഴിച്ചിട്ട് നമുക്ക് അടിക്കുള്ളൂ. സെറ്റ് കളർ നൈസല്ലേ, കളറുള്ളതല്ലേ, അടിപൊളി കളറല്ലേ, അടിപൊളി കളറല്ലേ ഇത്. ആ എന്നാൽ പറയാനൊരു മടി. എനിക്ക് സെറ്റപ്പ് ഇതൊന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ നൈസായിട്ട് ഫ്രിഡ്ജ് കയറുന്നതായിരിക്കും. എന്തായാലും സെറ്റ് സാധനം ഇതുവരെ സക്സസ്ഫുള്ളാണ് സാധനം. എനിക്ക് വയ്യ, കുറച്ചുകൂടി മനസ്സിലാകാതെ 2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഓവറാക്കി തന്നെ പണി. കുറവാണെങ്കിൽ പിന്നെ ഇടാം, കൂടി കഴിഞ്ഞാൽ അത് കുറച്ച് വെള്ളം പാലൊക്കെ ഇടിച്ചിട്ട് പിന്നീട് നമ്മൾ സെറ്റാക്കി. പാല് തന്നെ വീണ്ടും ചിലവില്ല. കുഴപ്പമില്ല, എൻ്റെ ചിലവായതുകൊണ്ട് അത് പ്രശ്നമില്ല. ചിലവ് ഞാൻ തന്നെ ഏറ്റു. അപ്പോൾ എന്തായാലും സമൂസ ഇവിടെ ഒരു ഭാഗത്ത് സമൂസ കത്തിപ്പോയാ പോകുന്നു. അവിടെ പോകുന്നു ഗീസ്. സമൂസ പുക വരുന്നു ഗീസ്. എവിടെ പുക വരുന്നു? ആ പുക വരുന്നു ഗീസ്. കത്തിപ്പൊട്ടില്ല, അത് സെറ്റായിട്ടില്ല. അപ്പം എന്തായാലും റെഡി ആയിട്ട് നേരെ ഫ്രിഡ്ജ് കയറ്റാം. ഓക്കെ,
സെറ്റ്. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയാനല്ല, അടിപൊളി അടിപൊളി സാധനം, സെറ്റ് സാധനം. മിക്സിയും വേണ്ട, ഒന്നും വേണ്ട, സ്വന്തം ഹാൻഡ് വെച്ചുള്ള പരിപാടി. എന്തായാലും അടിപൊളി സാധനം. അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കി. അപ്പോൾ പിന്നെ കുടിച്ച് കഴിഞ്ഞിട്ടൊരു വൈൻഡപ്പും കൂടി കൊടുക്കണമല്ല അതിൻ്റെ ഒരു മര്യാദ. കുടിച്ച് കഴിഞ്ഞിട്ടൊരു പറയാൻ കൂടിയുള്ള മര്യാദ. അങ്ങനെ കുടിച്ച് സാധനമൊക്കെ കുടിച്ച് സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടി TV കണ്ടിട്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനപ്പോൾ ഈ ബാക്കി ജ്യൂസും കൂടി കുടിച്ച് തീർക്കട്ടെ. അപ്പോഴേക്കും എന്തായാലും കണ്ടില്ലേ, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടെങ്കിൽ സജഷൻ പറയാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാൻ. സൈനിങ് ഓഫ് ആൻഡ്